നമസ്കാരം എല്ലാ TC പ്രേക്ഷകർക്കും വീട്ടുവിശേഷത്തിലേക്ക് സ്വാഗതം. രുചികൾ തേടിയുള്ള TCയുടെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. നിങ്ങൾക്കരികിലേക്ക് TCV എത്തുകയാണ്. രുചികൾ തേടി ഒപ്പം നിങ്ങളെ വീട്ടിലെ വിശേഷങ്ങൾ തേടി. ഇന്ന് നമ്മളുള്ളത് കുന്നംകുളത്തുള്ള മെറിൻ്റെ വീട്ടിലാണ്. അറിയാം മെറിൻ്റെ വിശേഷങ്ങൾ. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ മെറിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത്. മോസ്റ്റ് വെൽക്കം. അപ്പൊ ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, താങ്ക് യു. സെയിം വിഷയത്തിന്റെ എല്ലാ ആശംസകളും കുടുംബത്തിനും അപ്പം തന്നെ മെറിനും കൂടി നേരാണ്. അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. ഞാനിവിടെ ആദ്യം കയറി വന്നപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. രണ്ട് ക്രൗൺസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം എന്താണ് ആ ക്രൗൺസിന്റെ പിന്നിലുള്ള ഒരു രഹസ്യം എന്ന് പറയാം? ഓക്കെ, ഈ ക്രൗൺ എന്ന് പറയുമ്പോൾ ഒരു അച്ചീവ്മെന്റ് ആണ്. മിസ്സസ് ഇന്ത്യ 2023 ആദ്യത്തെ ക്രൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്സസ് മലബാറിന്റെ ക്രൗൺ ആണ് 2019. അതെനിക്ക് എൻ്റെ ഒരു ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം എനിക്ക് കുറച്ചുകൂടി എന്താ പറയുക, വലിയൊരു പ്ലാറ്റ്ഫോമും കൂടെ എയിം ചെയ്യണമെന്ന് കരുതിയിട്ടാണ് 2020 മിസ്സസ് ഇന്ത്യ വേൾഡ് വൈഡിൽ പങ്കെടുക്കുന്നത്. അത് ദുബായിലായിരുന്നു. സ്ഥലമൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നു, ക്രൗൺ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി എന്തായാലും അതൊരു ഉള്ളിലൊരു വിഷമം. അപ്പോൾ വീണ്ടും 2023 ട്രൈ ചെയ്തു. അങ്ങനെയാണ് ആ ഒരു അച്ചീവ്മെന്റ്. കാരണം ശരിക്കും നമ്മൾ വീട്ടിൽ കയറി വരുമ്പോൾ ആദ്യം കാണാൻ തന്നെ അത് അവിടെ ഇങ്ങനെ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയിൽ തന്നെ. അപ്പൊ എങ്ങനെയാണ് ഇതിലേക്ക് ഒരു വരവ്? എങ്ങനെയാണ് അങ്ങനെ ആദ്യം മുതലേ അങ്ങനെ പങ്കെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ? അതോ ആദ്യം മുതലെന്ന് പറഞ്ഞാൽ കോളേജിൽ പഠിക്കുമ്പോൾ ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഉണ്ടാവുമല്ലോ. ഈവൻ ഹൈസ്കൂളുകളിലൊക്കെ ഞാൻ പഠിച്ചത് സെന്റ് മേരീസ് കോളേജിലാണ്. അപ്പൊ അവിടെ 2013 കേരളശ്രീ എന്ന് പറഞ്ഞിട്ടുള്ള അത് കോമ്പറ്റീഷൻ ആയിട്ട് ക്രൗൺ തന്നെയാണ് അതിന്റെ സമ്മാനമൊക്കെ ആയിരുന്നു. അപ്പൊ അന്ന് ഞാൻ ഇവനെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്താണ് അതിന്റെ ക്രൗണൊക്കെ കിട്ടുന്നത്. പിന്നെ പഠനം, പിന്നെ വീട്, അത്തരത്തിലുള്ള തിരക്കുകളൊന്നും മറന്നതായിരുന്നു. പിന്നെയാണ് മിസ്സസ് മലബാർ എന്ന് പറഞ്ഞിട്ട് 2019 കല്യാണം കഴിഞ്ഞവർക്ക് ഇങ്ങനെ പങ്കെടുക്കാം, അങ്ങനെ ഒരു പ്രോഗ്രാം. FI ഇവന്റ്സ് ആണ് അതിന്റെ ഓർഗനൈസേഴ്സ്. അപ്പൊ അവരുടെ ഒരു ഇന്നോവേറ്റീവ് തോട്ടാണെന്ന് തോന്നി. പിന്നീട് അതിലേക്ക് വന്നപ്പോഴാണ് ഒരുപാട് സാധ്യതകൾ അതിലുണ്ട്. മിസ്സസ് ഇന്ത്യ, മിസ്സസ് യൂണിവേഴ്സ്, മിസ്സസ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഐശ്വര്യ റോയ് ഒക്കെ ചെയ്യുന്ന പോലത്തെ പ്രോഗ്രാംസ് കല്യാണം കഴിഞ്ഞവർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കി. തീർച്ചയായിട്ടും എല്ലാവർക്കും അതൊരു പ്രചോദനം കൂടിയാണ്. കാരണം ഹൗസ് വൈഫ് എന്ന് പറഞ്ഞാൽ വീട്ടില് ഒതുങ്ങിയിരിക്കേണ്ടവരല്ല. ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ഉദാഹരണമാണ് നമ്മുടെ പേര്. പിന്നെ വീട്ടില് നമ്മള് വിശേഷങ്ങൾ പറയുമ്പോ അതെ, 2 കുട്ടികൾ ഇരിക്കുന്നുണ്ട്, അമ്മച്ചി ഇരിക്കുന്നുണ്ട്. അപ്പം എന്താണ് ഇവരുടെ പേരൊക്കെ? പേരുകള് അല്ലെ അവര് പറയൂലേ? പറ. മൂത്ത ആളാണ്, രണ്ടാമത്തെ ആളുടെ പേര് ജെറോം രാഹുൽ. എന്താണ് ഇവരെ വീട്ടിൽ ഇങ്ങനെ തന്നെയാണോ വിളിക്കുക? അല്ല, വീട്ടില് വിളിക്കുന്നത് മൂത്ത ആള് റോനു, ചെറിയ മോൻ ജോമു. ഓക്കെ. പിന്നെ ഈ അച്ചീവ്മെന്റിന്റെ ഒക്കെ പിന്നില് എന്റെ ഏറ്റവും വലിയൊരു ഊർജം എന്ന് പറയുന്നത് എന്റെ മമ്മിയാണ്, ഹസ്ബൻഡിന്റെ മമ്മി, മദറിലോ. അമ്മച്ചി പറയും ഇങ്ങനെ പോകുമ്പോ സാധാരണ എല്ലാവരും ഇപ്പം മരുമക്കൾ അങ്ങനെ എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാവണം എന്നുണ്ടാവില്ല, ഒന്ന് പുറത്തേക്ക് പോവാ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അച്ചീവ്മെന്റിലേക്ക് പോവാന്നൊക്കെ പറയുമ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും സപ്പോർട്ടായിട്ട് അങ്ങനെ കൂടെ ഇങ്ങനെ നിൽക്കാന്ന് പറഞ്ഞു, കട്ടക്കെ സപ്പോർട്ടായിട്ട് നിൽക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇതിലൊക്കെ ഇഷ്ടമുള്ള ആളാണോ? ഞാനും ചെറുപ്പം മുതൽക്ക് ഡാൻസ്, പാട്ട് അങ്ങനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ എൻ്റെ വീട്ടിൽ നിന്നൊന്നും അത് അങ്ങനെ ഡാൻസും. അപ്പോൾ 2 മരുമക്കളാ, അവര് 2 പേരും പാട്ട് കാണുന്നവരും വീട്ടിലെ എല്ലാവരും പാട്ട് കാണുന്നവരും. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവര് പോണതും. എല്ലാത്തിലൊരു കലാകാര കുടുംബമാണ് അല്ലേ? ഡാഡി ആണെങ്കിലും നന്നായി പാട്ട് പാടും. ഡാഡിയുടെ ഏട്ടൻ അറിയാലോ, സിനിമയില് KC വർഗീസ്. അപ്പൊ ഇവർക്കൊക്കെ ഒരു സിനിമയുടെ എല്ലാവരുടെയും ഇഷ്ടമുള്ള ഒരു ഇതാണ്. അപ്പൊ അങ്ങനെ ഡാൻസ്, പാട്ട് അവള് ചെറുപ്പം മുതൽക്ക് തന്നെ പഠിച്ചിട്ടുള്ളതാണല്ലോ ഡാൻസിനും. അപ്പൊ അങ്ങനെ പോണത് ഇഷ്ടായിരുന്നു. പിന്നെ മോനും കുഴപ്പമില്ല. പിന്നെ ഞാൻ വന്നപ്പോ വേറൊരു ട്രോഫിയും കൂടി അവിടെ കണ്ടു. കാരണം 50ാമത്തെ വർഷമാണ് വിവാഹം കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പം മെറിന്റെ അടുത്ത് ചോദിച്ചാൽ പറഞ്ഞു അവരൊരു ലവ് മാരേജ് ആയിരുന്നു, 73 ഒരു ലവ് മാരേജ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ലവ് മാരേജ് എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയായിരുന്നു അത്? വീട്ടുകാർക്കൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു? എല്ലാവർക്കും അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇല്ല. അപ്പൊ ഒരുപാട് ക്രൈസിസ് കൂടിയാണ്. ഇഷ്ടമില്ലാതെ വിവാഹം കഴിക്കേണ്ടി വന്നു. 2 ഒരേ തന്നെ കേട്ടോ, കാസ്റ്റൊക്കെ ഒരുപോലെ തന്നെ, പിന്നെ സഭയും എല്ലാം. പക്ഷെ എന്തുകൊണ്ട് ആ സമയത്ത് എത്ര വയസ്സുണ്ടായിരുന്നു? ആ ഒരു 18 തികയാൻ വേണ്ടി കാത്തിരുന്നു. വേഗം അങ്ങോട്ട് പോരാൻ. അല്ല, അന്നാ അത് 18ന്റെ ഇതില്ല, എപ്പൊ വേണമെങ്കിൽ. പക്ഷെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ 18 വേണമല്ലോ, അതിനുവേണ്ടി കാത്തിരുന്നു.
അപ്പോ ഈ ആള് രാഷ്ട്രീയത്തിൽ നടക്കുന്നത് എൻ്റെ പപ്പയ്ക്ക് ഇഷ്ടമല്ല, ജോലിയില്ല എന്നുള്ളതാണ്. ഇവർക്ക് ബിസിനസ്സാണ്. അപ്പോൾ രാഷ്ട്രീയം ഭയങ്കര കാര്യം ഡിഗ്രിയൊക്കെ പാസ്സായിച്ചെങ്കിലും അന്നത്തെ കാലത്തൊക്കെ ജോലി കിട്ടാൻ വിഷമം ഉണ്ടായിരുന്നില്ല. മൂപ്പർക്ക് LLBക്ക് പോകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് ഫുള്ളായിട്ട് ഇറങ്ങിയപ്പോൾ അങ്ങനെ താല്പര്യമില്ല. ആളുടെ പേരെന്തായിരുന്നു? KC ബാബു. KC ബാബു. ആളിപ്പോ ഒന്ന് ഇവിടെ ഉണ്ടാവും. DCC മീറ്റിംഗ് അവിടെ. ഓക്കെ, ഇപ്പോഴും രാഷ്ട്രീയം എങ്ങനെ ഒരു സൈഡായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. DCC സെക്രട്ടറിയാണ്. അപ്പോ മീറ്റിങ്ങിന് പോവാതിരിക്കാൻ പറ്റില്ല, അപ്പൊ അതുകൊണ്ട് പോയതാണ്. എന്തായാലും അങ്ങനെ ഒരു ക്രൈസിസിൽ കൂടെ ഒക്കെ വന്നെങ്കിലും ഇപ്പൊ ഒരു 50 വർഷത്തിന്റെ ഒരു ദാമ്പത്യം ഉണ്ട് കയ്യിൽ. 52ാമത്തെ കൊല്ലപ്പോ കടക്കുകയാണ്. ഓക്കെ, അപ്പൊ വിജയകരമായിട്ട് തന്നെയാണ് ആ ദാമ്പത്യം ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഫാമിലി പിന്നീട് ഞങ്ങൾക്ക് ഭയങ്കര ഒരു അഭിമാനമുണ്ട്. ഇന്നത്തെ കാലഘട്ടം നോക്കുമ്പോ 52 വർഷവും ഒരുപോലെ ജീവിക്കാൻ പറ്റിയില്ലോ എന്നുള്ളത്. അപ്പൊ ഇപ്പോഴത്തെ ഒരു തലമുറ, ഇപ്പോഴത്തെ ഒരു ആളുകളോട് ഇപ്പൊ ഇങ്ങനെ പ്രണയവും എല്ലാവർക്കും ഇപ്പൊ എന്തെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ ഓൾറെഡി കമ്മിറ്റഡ് എന്ന് പറയുന്ന കുട്ടികളാണ് ഇപ്പോഴും ഉള്ളത്. അപ്പൊ അവരോടായിട്ട് എന്താണ് ഒരു എന്തെങ്കിലും പറയാനുണ്ടോ, ഒരു മോട്ടിവേഷൻ പോലെ എന്തെങ്കിലും? അത് നമ്മുടെ ജീവിതത്തിൽ പലതും ഉണ്ടാവും. രണ്ടുപേരുടെയും സ്വഭാവം ഇപ്പം നമ്മൾ പ്രണയമുള്ള കാലത്തും അതുപോലെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ. അന്ന് ഞങ്ങളുടെ കാര്യം പറയുമ്പോൾ ഇന്ന് പല സോഴ്സുകളുണ്ട്, മൊബൈലുണ്ട്, എല്ലാ കാര്യവും ഇവർക്ക് ഒരുമിച്ച് സംസാരിക്കാം. ഞങ്ങളുടെ കാലത്ത് ഒന്ന് നോക്കുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നോക്കി കല്യാണം കഴിച്ചിട്ടുള്ളവർ, സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ടുള്ളവർ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഒരു 2-4 കൊല്ലം ഞങ്ങൾ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ പരസ്പരം സംസാരിച്ചിട്ടില്ല, കത്തിക്കൂടെ മാത്രമാണ് ഞങ്ങളുടെ സംസാരം ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ട് അപ്പൊ ഇന്നത്തെ കാലത്ത് എന്നിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റി. വിട്ടുവീഴ്ചകൾ പലതും ചെയ്യേണ്ടി വരും, രണ്ടുപേരും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. പല കാര്യവും ജീവിതത്തിൽ വരാതെയല്ല എല്ലാ കാര്യങ്ങളും. അപ്പോൾ പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ക്ഷമിച്ചിട്ട് നിൽക്കണതും അല്ല. അതൊക്കെ കുറച്ച് നേരത്തിന് അത് കഴിഞ്ഞാൽ വീണ്ടും രാത്രിയാകുമ്പോ ശരി സ്നേഹമാവുക എന്ന് പറഞ്ഞില്ലേ, ആ പിണക്കങ്ങളൊക്കെ പ്രശ്നങ്ങൾ തീർക്കാനുള്ള ഒരു സന്മനസ് 2 ഭാഗത്തുനിന്ന് ഉണ്ടാവണം. എന്നാലാണ് അത് ജീവിതം മുന്നോട്ട്. നമ്മൾ ഒരാള് ഒരു പങ്കാളിനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ജീവിതാവസാനം വരെ ആളുടെ കൂടെ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം എടുക്കേണ്ട തീരുമാനം. തീർച്ചയായിട്ടും. അല്ലാതെ ഓരോന്ന് കാണുമ്പോൾ അതിലേക്ക് ചാടി പോവുക, പിന്നെ കുറെ കഴിയുമ്പോൾ വേറെ ഒന്നിലേക്ക്, അങ്ങനെയുള്ളതല്ല. സ്നേഹിക്കുമ്പോൾ നമ്മളെല്ലാം മറന്നല്ലേ സ്നേഹിക്കുന്ന ആളെ, അത്രയും ജീവന് തുല്യം സ്നേഹിച്ചിട്ടല്ലേ. ഇപ്പോഴും വാചാലി ആയിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രണയത്തെ കുറിച്ച് പറയുന്നത്. പക്ഷെ ഇന്നത്തെ കാലം ആലോചിക്കുമ്പോൾ അത് വിഷമം തോന്നും നമുക്ക്. അവരുടെ അല്ല, ഞങ്ങൾ ജീവിച്ചതും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയാനും ഒന്നും പറ്റാതെ ഇങ്ങനെ ജീവിച്ചു പോയില്ലോ. അപ്പൊ അത് കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു കുട്ടികൾ ഇങ്ങനെ അമ്മൂമ്മയുടെ വർത്താനൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇവരൊക്കെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? രണ്ടാളും? മൂത്താളെ ഞാൻ 6ാം ക്ലാസ്സിലാണ്. ജോമു ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 1ലാണ്. രണ്ടുപേരും ഏത് സ്കൂളിലാണ്? ബദനി സെന്റ് ജോർജ്. അപ്പോ നേരത്തെ പറഞ്ഞു കലാകാര കുടുംബമാണെന്ന്. അപ്പൊ ഇവരിന്ന് തന്നെ നമുക്ക് തുടങ്ങാല്ലേ? റയാൻ തന്നെ ഒരു അടിപൊളി പാട്ട് നമുക്ക് വേണ്ടിട്ട് ആദ്യം ഒന്ന്. അവരിങ്ങനെ പ്ലാൻ ചെയ്തേക്കണ രണ്ടുപേരും കൂടി ഒരു സോങ് ആണോ? അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ രണ്ടുപേരും കൂടിയിട്ട് നമ്മുടെ TCV പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുൻപിൽ, പാടുവതും രാഗമായി തേടുവതും രാഗിയ ദേവനും അനുരാഗിയ അമ്പലപ്രാവേ. അടിപൊളിയായിട്ട് തന്നെ രണ്ടുപേരും പാടിയിട്ടുണ്ട്. അപ്പൊ ആ കലാകാര കുടുംബം എന്ന് പറയുന്നത് ഒട്ടും തെറ്റിച്ചിട്ടില്ല. ഇനി നമുക്ക് എന്തെങ്കിലും അമ്മാമ്മയുടെ പാട്ടും കൂടിയും കേൾക്കണം അല്ലേ? കാരണം അവിടെ നിന്നുള്ള ഒരു രക്തമാണ് ഇവർക്കൊക്കെ ഉള്ളത്. അപ്പൊ പിന്നെ എന്തായാലും അവിടെ അത് ഇല്ലാതെ കുടുംബത്തിന്റെ അടി നന്നായി പാടും. മൂത്ത മോനും പിന്നെ മോളുടെ ഹസ്ബൻഡ് രാഹുലും നന്നായി പാടുന്ന ആൾ തന്നെയാണ്. അവൻ പിന്നെ പാട്ട് പഠിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. പിന്നെ ഏട്ടൻ സിനിമയിൽ പാടിയിരുന്ന ആളാണ്. അപ്പൊ എല്ലാവർക്കും ആ ഒരു പാട്ടിന്റെ വഴിയുണ്ട്. അപ്പൊ എന്തായാലും അമ്മച്ചിയുടെ പാട്ടന്നെ ഇനി നമുക്ക് അടുത്തത് കേൾക്കാം. രണ്ടുപേരെയും നമുക്ക് വേണ്ടിയിട്ട്. സിനിമ പാട്ട് ഇപ്പൊ പാടാറില്ല, ഏത് പാട്ടായാലും നമുക്ക് കുഴപ്പമില്ല. ഉന്നതന്നീ അത്യുന്നതന്നീ നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതന്നീ അത്യുന്നതന്നീ നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ
നീ മാത്രമെൻ ദൈവമെന്നും. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും. അപ്പൊ അതെ, അമ്മൂമ്മയും അടിപൊളിയായിട്ട് തന്നെ പാടിട്ടോ. സപ്പോർട്ട് ചെയ്യാൻ മക്കളും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇനി മെറിന്റെ വിശേഷങ്ങളിലേക്ക് വരാം. എങ്ങനെയാണ്, എന്താണ് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നുണ്ടോ? വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ PhD ചെയ്യാണ്, സൈക്കോളജിയാണ് വിഷയം. തീസിസിന്റെ ടൈമാണ്. ഈ ഒരു വർഷം കൂടെ കഴിഞ്ഞ ഡോക്ടറേറ്റ് കംപ്ലീറ്റ് ആവും. പിന്നെ PhD മധ്യപ്രദേശാണ്, ഭോപ്പാലാണ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇനി അതിന്റെ കൂടെ തന്നെ ഞാൻ 2014 ആ ടൈം മുതലേ സ്മാർട്ട് മൂവ്സ് പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷന്റെ എംപ്ലോയി ആണ്. ട്രെയിനർ എന്ന് പറഞ്ഞിട്ടുള്ള ഡെസിഗ്നേഷനിലാണ് അവിടെ ജോബിൽ ജോയിൻ ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ അതിന്റെ അഡീഷണലി എനിക്ക് ഓപ്പറേഷൻ മാനേജർ എന്ന് പറഞ്ഞൊരു തസ്തികയിലാണ് വർക്ക് ചെയ്യുന്നത്. ഫുൾ ബിസിയാണ്. കൂടാതെ നമുക്കൊരു യൂട്യൂബ് ചാനലും കൂടി ഉണ്ട്. അതെ, അത് കുറെ കൊല്ലം മുന്നേ തന്നെ എനിക്ക് ഇങ്ങനെ സംസാരിക്കാനൊക്കെ ഇഷ്ടമുള്ള കാരണം കൊണ്ട് തുടങ്ങി വെച്ചു. പക്ഷെ അതിൽ കറക്റ്റ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡൊക്കെ മുടങ്ങുമായിരുന്നു. വല്ല വീഡിയോസ് ഒക്കെ എപ്പോഴെങ്കിലും ഒരെണ്ണം അങ്ങനെ. അപ്പൊ ഇപ്പോൾ വളരെ ലൈവായിട്ട് സ്മാർട്ട് മൂവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനത്തിന് ബ്രാൻഡിങ് സപ്പോർട്ടുകൾ കൂടെ ചെയ്യുന്ന ഒരു സർവീസ് ഉണ്ട്. അപ്പോൾ മറ്റു ഒരുപാട് പേരെ നമ്മൾ ബ്രാൻഡ് ചെയ്യുന്നതൊക്കെ ഞാൻ അതിന്റെ അണിയറയിൽ നിന്ന് കാണുമ്പോൾ ഞാനിങ്ങനെ വൺസ് ചോദിച്ചു, അതിന്റെ ടീം മെമ്പേഴ്സിന്റെ അടുത്ത് ചോദിച്ചു, എനിക്കും ഇങ്ങനെ വലിയ ആഗ്രഹമാണ് യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ഒക്കെ വേണം. മിസ്സസ് ഇന്ത്യയുടെ സമയത്ത് അത് ഉണ്ടായിരുന്നില്ല. അപ്പൊ അന്ന് അതൊരു ചെറിയൊരു ന്യൂനതയായിരുന്നു. കാരണം നമ്മൾ ഒരു ഓൾ ഇന്ത്യ ലെവലിൽ ഒരു പേജന്റിൽ പോകുമ്പോൾ നമ്മുടെ ഫേസ് ആൾക്കാർ അറിയണമായിരുന്നു. പക്ഷെ അന്ന് എനിക്കിത് എന്താ പറയാ, റെഗുലർ വീഡിയോസ് എങ്ങനെ ഇടണം എന്നൊന്നും അറിയില്ല. അപ്പൊ ഞാൻ ഇവരുടെ അടുത്ത് സ്മാർട്ട് മൂവ്സിൽ എസ്പെഷ്യലി എൻ്റെ ഫ്രണ്ടാണ് ലാൽ പോളി കമ്പനിയുടെ CEO ആണ്. അപ്പൊ ലാലിന്റെ അടുത്ത് എനിക്ക് സൗഹൃദമുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, എന്റെ വീഡിയോസ് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് നല്ല രീതിയിൽ തന്നെ വീഡിയോസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു 6 സെഗ്മെന്റ്സ് ആയിട്ട്, അതായത് കുക്കിംഗ് വീഡിയോസ്, പാട്ട് പാടുന്ന വീഡിയോസ്, പിന്നെ ഹോം സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടന്റുകള്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ബ്യൂട്ടി ടിപ്സ്. ഈ മിസ്സസ് ഇന്ത്യയിലൊക്കെ എനിക്ക് അതിന്റെ കുറെ ക്ലാസ്സസ് ഒക്കെ കിട്ടിയിരുന്നു. പിന്നെ എന്റെ വിഷയം സൈക്കോളജി ആയതുകൊണ്ട് സൈക്കോളജിയുടെ കുറെ ഫാക്ടുകളും ഇതെല്ലാം ഉൾപ്പെടുത്തി ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു പാക്കേജ് ആണ്. അപ്പൊ അങ്ങനെ യൂട്യൂബും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും ഇതിന്റെ ഷോർട്സുകളും റീൽസുകളും അപ്ലോഡ് ചെയ്ത് തുടങ്ങിയപ്പോൾ അതിനും നല്ലൊരു ഗ്രോത്ത് വന്നു. ഇപ്പൊ അത് ഒരു 11.8K ഒക്കെ ആയിട്ടുള്ളൊരു അക്കൗണ്ട് ആയിട്ട് അത് മുന്നോട്ട് പോകും. അതും വളരെ സജീവമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഇനി എന്തായാലും എപ്പോഴും ഒരു ബാക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഹസ്ബൻഡാണ്. ആളെ കുറിച്ച് പറയാതെ നമുക്ക് ഇനി എപ്പിസോഡൊന്നും വൈൻഡപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആളെ കുറിച്ച് ആളെ ഈ സമയത്ത് മിസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി സ്പീക്കിംഗ്, ചേട്ടനും കൂടെ ഈ ഇന്റർവ്യൂവിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആള് സ്കൂൾ അധ്യാപകനാണ്. അല്ലമീൻ ഹയർ സെക്കൻഡറി സ്കൂളില് ഹൈസ്കൂൾ വിഭാഗത്തില് മലയാളം മാഷാണ്, അധ്യാപകനാണ്. അപ്പൊ ഇപ്പം സ്കൂള് തുറന്നിട്ട് 10th PT മീറ്റിംഗ് ഉള്ള ദിവസമാണ് ഇന്ന്. അപ്പൊ അതുകൊണ്ട് വരാൻ തീരെ പറ്റില്ല. അപ്പൊ എനിക്ക് ഓൾ ദി ബെസ്റ്റ് ഒക്കെ തന്നിട്ടാണ്. അവിടെ ഇരുന്ന ആള് വിചാരിക്കുന്നുണ്ടാവും എനിക്കൊന്നും ഇരിക്കാൻ പറ്റില്ല, കഴിഞ്ഞിട്ട് ചിലപ്പോ ഓടി വന്നാലോ, അത് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ എന്തായാലും മെറിന്റെ ഒരു പാട്ടും കൂടി ആവാല്ലേ? പാട്ട് അല്ലേ? ഓക്കെ. ഞാൻ അങ്ങനെ ഭയങ്കര പ്ലാൻഡ് അല്ല, എന്നാലും ഞാൻ എപ്പോഴും പാടുന്ന ഒരു പാട്ടാണ്. ഇതൊക്കെ സ്ഥിരം പാട്ടുകാർ പറയുന്ന ഒരു കാര്യമാണ് അല്ലെ? ഞാൻ അത്ര പ്ലാൻഡ് അല്ല, അതിന്റെ അടിപൊളിയായിട്ട് പാടുകയും ചെയ്യും. അപ്പൊ എന്തായാലും പാട്ട് കേൾക്കാം. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി നീളെ താഴെ തളിരാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി. അടിപൊളി. ഇനി അടിപൊളിയായി നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, കാരണം നന്നായി പാടുന്ന ഒരാളാണ്. ഇനി ഈ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അമ്മച്ചി കൂടെ സപ്പോർട്ടായിട്ടുണ്ട്, ഹസ്ബൻഡ് കൂടെ സപ്പോർട്ടായിട്ടുണ്ട്. അപ്പച്ചനെ കുറിച്ച് ഇനി അത് പറയാതിരിക്കാൻ പറ്റില്ല. എന്റെ ഫാമിലി എന്ന് പറയുമ്പോൾ എന്റെ ഡാഡി ചെറുപ്പത്തിൽ മരിച്ചിട്ടാണ്, പിന്നീട് കുറെ അതിന്റെ സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷമാണ് ഞാനും 18 ഇയേഴ്സിൽ തന്നെയാണ് എന്റെ വിവാഹം. അപ്പൊ ഇവിടേക്ക് വരുമ്പം എനിക്ക് എന്റെ ഡാഡി എന്ന് പറയുമ്പോൾ ഞാൻ ഡാഡി മമ്മി എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അപ്പോ എന്താ പറയണേ, സോഷ്യലി വളരെ അറിയപ്പെടുന്ന ഒരു ഫാമിലിയിലേക്ക് ഒരു എൻട്രി അങ്ങനെയായിരുന്നു. ഞങ്ങളുടെ അറേഞ്ച്ഡ് മാരേജ് ആണ്. അപ്പൊ ഡാഡി രാഷ്ട്രീയത്തിൽ സജീവമാണ്, മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നു. കുന്നംകുളത്ത് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഡാഡിയുടെ തന്നെ
എന്താ പറയാ ആ ഒരു 5 വർഷ കാലഘട്ടത്തില് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു. അതുപോലെ രാഷ്ട്രീയത്തില് കുറെ കാര്യങ്ങൾ നമ്മൾ പറയല്ലേ, INTUC എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനത്തിലും ഡാഡിയുടെ സംഭാവന അമ്മച്ചിക്കായിരിക്കും കൂടുതൽ പറയാനുണ്ടാവും. പറഞ്ഞോളൂ, അമ്മച്ചി പറയൂ അപ്പച്ചനെ കുറിച്ച് പറയാൻ കൂടുതൽ. ഇവിടെ കുന്നംകുളത്ത് INTUC ഉണ്ടാക്കിയത് തന്നെ ഈ ആളാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് സ്ട്രഗിളൊക്കെ ഉണ്ടായിരുന്നു, പ്രശ്നം ഉണ്ടായിരുന്നു. ഇതുപോലെ ഞാൻ മൂത്ത മോനെ ഗർഭമുണ്ടായിരിക്കുമ്പോഴാണ് അന്നത്തെ വലിയ ഒരു കൊലപാതകത്തെ അതിൽ പോകേണ്ട ആളായിരുന്നു. അപ്പോൾ എനിക്ക് 21 വയസ്സുള്ളൂ. ആ മോനെ 3 മാസം ഗർഭമുണ്ടായിരിക്കുന്ന അമ്മത്തായിരുന്നു. അതിന്നൊക്കെ ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ട് രക്ഷപ്പെട്ടു പോയി. വേറെ 2 ആൾ മരിച്ചു, ഒരാൾക്ക് അപകടം പറ്റി. അത് അപ്പം ഈ ആളെന്നെ രക്ഷിച്ചതാണ് മറ്റേ ആൾ അപകടം. എന്നാലേ അയാൾ രക്ഷപ്പെട്ടു. പിന്നെ അത് നല്ലപോലെ INTUC ഇവിടെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അല്ല INTUCയിലുള്ള ആളുകൾ കൂടുതൽ ഈ ഗ്രൂപ്പിലായിരുന്നു. അത് മത്സ്യ മാർക്കറ്റായാലും പിന്നെ ഈ എന്താ പറയുക ചുമട്ടുതൊഴിലാളി യൂണിയൻ ആയാലും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും മൂപ്പരുടെ തന്നെയായിരുന്നു സജീവമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ തൃശ്ശൂരൊക്കെ ജില്ലയുടെയൊക്കെ നടത്തുകയാണെങ്കിൽ അത് മുഴുവനും കുന്നംകുളത്തുള്ള ആൾക്കാരുടെയാണ് കൂടുതലുണ്ടാവുക. അപ്പം അതിൻ്റെ ജില്ലാ പ്രസിഡന്റ് ആവാൻ കുറേ പ്രാവശ്യം പറഞ്ഞു. മൂപ്പർക്ക് അത് ഏറ്റെടുക്കാൻ താല്പര്യമില്ലാത്ത കാരണം കൊണ്ട് നല്ലോണം അവരുടെ ഓരോ കാര്യങ്ങളിലൊക്കെ ഇടപെടേണ്ടി വരുമോ. അപ്പോൾ പിന്നെ അത് പിന്നാക്കം വെച്ചു. ഇപ്പോൾ പിന്നെ കുറേശ്ശെ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്നാക്കം പോരുന്നു. പക്ഷെ അങ്ങനെ ഒരു മൈൻഡുള്ള ആൾക്കാർക്ക് അവർക്കൊരു ജീവിതാവസാനം വരെ അതിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളൊരു അതൊരു ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ ഈ DCC സെക്രട്ടറി സ്ഥാനം അല്ലാതെ ഉള്ളതൊക്കെ ഒഴിവാക്കി. ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നു ഇവിടുത്തെ കുന്നംകുളത്തെ. അങ്ങനെ രാഷ്ട്രീയത്തിൽ പല MLA സ്ഥാനം വരെ കിട്ടേണ്ട ആളായിരുന്നു. പക്ഷെ മൂപ്പരത് ഈ ഏട്ടന്റെ കാര്യം പറഞ്ഞ പോലെ ഒന്നും അങ്ങനെ ചെന്ന് ഏട്ടന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വർഗീസ് സാറിനെ കുറിച്ച് ഒന്ന് പറയുമ്പോൾ. കാരണം സിനിമയ്ക്ക് വേണ്ടി ഒത്തിരി പാടിയിട്ടുണ്ട്. കല്യാണപ്പന്തല്, പിന്നെയും 2 നാടക ഗാനങ്ങളാണ് ആദ്യം പാടിയിരുന്നത്. മുകേഷിന്റെ അച്ഛൻ നടത്തിയിരുന്ന അതിലായിരുന്നു ആദ്യം പാട്ട് പാടിയിരുന്നത്. അത് പിന്നെ കാട്ടുകുതിര അതൊക്കെ നാടകങ്ങളുണ്ടായിരുന്നു, അതിലൊക്കെ പാടിയിരുന്നു. എന്നിട്ട് ദേവരാജ മാഷും അർജുനൻ മാഷൊക്കെ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് പാടിപ്പിച്ചിട്ടാണ് വിളിച്ചു കൊണ്ടുപോയത് ഈ ആളേനെ സിനിമയിലേക്ക്. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കുന്നംകുളത്തെ യേശുദാസ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കുന്നംകുളത്തെ യേശുദാസ് എന്നാണ് ആളേനെ അറിയുക. അതേ സൗണ്ട് ആയതുകൊണ്ട് അധികം ആൾക്കാർ മുഴുവൻ യേശുദാസിന്റെ ഒപ്പം നിൽക്കുന്ന രണ്ടുപേരും നല്ല സ്നേഹിതന്മാരായിരുന്നു. അവരുടെ ഫോട്ടോ ഒക്കെ ഞങ്ങളുടെ തറവാട് വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, അവിടെ ഉണ്ട് പടങ്ങളൊക്കെ. അപ്പൊ കുറെ അന്നൊക്കെ HMV റെക്കോർഡല്ലായിരുന്നേ, അതില് പാട്ടൊക്കെ നല്ലോണം നാടക ഗാനങ്ങളും റേഡിയോയിലൊക്കെ വരാറുണ്ടായിരുന്നു. കരളിന് കുളിരേകി എന്ന് പറഞ്ഞിട്ടുള്ള കുറെ നാടക ഗാനങ്ങൾ ഒത്തിരി പാടിയിട്ടുണ്ട്. എന്തായാലും ഒരു മരുമകൾ എന്ന രീതിയിലും ഒപ്പം തന്നെ മകൾ എന്ന രീതിയിലും സപ്പോർട്ട് ചെയ്തു പോവാണ്. എങ്ങനെയാണ് മെറിന്റെ ഒരു പാചകമൊക്കെ? അടിപൊളിയാണോ? കാരണം ഇനി നമ്മൾ പോവാൻ പോകുന്നത് മെറിന്റെ പാചകത്തിലേക്കാണ്. ആ രുചിയാണ് ഇനി നമ്മള് പ്രേക്ഷകർക്ക് നമ്മുടെ വഴിയാണ് ഇനി പറഞ്ഞു കൊടുക്കാൻ പോണത്. അപ്പൊ ആദ്യം തന്നെ അവിടെ തന്നെ ഒരു നല്ല അഭിപ്രായം നമുക്ക് കിട്ടണമെങ്കിൽ ചെറുപ്പത്തിലല്ലേ. ഇപ്പൊ ഞാനും അതുപോലെ തന്നെ 18 വയസ്സിൽ വന്ന ആള്, എനിക്കും ഒന്നും അറിയണ്ടായിരുന്നില്ല. എൻ്റെ വീട്ടിലും ഒന്നും ചെയ്യിപ്പിച്ചു. അതേപോലെ തന്നെയാണ് മെറിനും. അപ്പൊ നിന്നും കണ്ടും കുറേശ്ശെ പഠിച്ച് എൻ്റെ ഒപ്പം നിന്ന് ചെയ്യാൻ ഗുരു എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും മോശമാവാൻ വഴിയില്ല. അപ്പൊ ചെയ്യാൻ വിചാരിച്ച എല്ലാതും ശരിക്ക് ചെയ്യും, നന്നായി ചെയ്യും. പിന്നെ നേരം കിട്ടാത്ത ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. കാലത്ത് നേരത്തെ പോണം, വൈകുന്നേരം വരുമ്പോഴും നേരം വൈകിട്ട് വരിക. അപ്പൊ പകലന്തികളൊന്നും ആളുണ്ടാവില്ലല്ലോ, വീട്ടിലൊന്നും ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവുന്ന സമയം അടിപൊളി ഫുഡ് വിചാരിച്ചാലൊക്കെ ഉണ്ടാക്കും. രണ്ടാളും കൂടി അത് ശരിയാക്കി ഉണ്ടാക്കും. അപ്പൊ എന്തായാലും മെറിൻ, ഇനി നമുക്ക് വേണ്ടി എന്തോ സ്പെഷ്യലൊക്കെ ചെയ്യാൻ പോകണമെന്നാണ് പറഞ്ഞത്. അപ്പൊ അതെന്തായാലും രുചിച്ചറിഞ്ഞ് ബാക്കി ഞാൻ പറയാം എന്താണ് നന്നായി ചെയ്യോ ഇല്ല എന്നുള്ളത്. ഞങ്ങളുടെ ഗ്രൂപ്പ് മെമ്പേഴ്സ് ഞങ്ങൾ പറയാം എങ്ങനെയാന്നുള്ളത്. അപ്പൊ നമുക്ക് അതിലേക്ക് പോയാലോ? ഓക്കെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി മെറിന്റെ കൈപ്പുണ്ണി അറിയാനാണ് ഇനി ഞങ്ങൾ പോകുന്നത്. അപ്പം എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റാണ് അല്ലെ മെറിൻ? സെറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു കണ്ടിട്ട് ഒരു ഫ്രൈഡ് റൈസിലേക്കുള്ള ഒരു പോക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ മെറിൻ തന്നെ പറഞ്ഞോളൂ ഇൻഗ്രീഡിയൻസിനെ കുറിച്ചും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത്
എല്ലാവർക്കും അങ്ങനത്തെ ഒരു മെയിൻ ഐറ്റം എന്ന് പറയാനായിട്ട് ഐദർ ബിരിയാണി അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ്. അപ്പോൾ എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നല്ല കോംപ്ലിമെന്റ്സ് കിട്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഫ്രൈഡ് റൈസ്. അതെ, അത് എഗ് ഫ്രൈഡ് റൈസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ യൂഷ്വലി എനിക്ക് തോന്നുന്നു TCVയുടെ പ്രേക്ഷകർക്കും ഞാൻ ഇതുപോലൊരു കുക്കറി ഷോ കണ്ടിട്ടാണ് ഈ ഒരു ഐറ്റംസ് ഒക്കെ ഇതുപോലെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത്. ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചൈനീസ് ഫ്രൈഡ് റൈസ് ആണ് നമ്മൾ ഇന്ന് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഞാനൊന്ന് പരിചയപ്പെടുത്താമല്ലോ. ആദ്യം തന്നെ നമ്മുടെ മെയിൻ ആള് എഗ്ഗാണ്. ഞാനൊരു 4 എഗ്ഗ് ഇവിടെ ഓൾറെഡി പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ബസ്മതി റൈസ് ആണ്. അത് അത്യാവശ്യം നീളമുള്ള അരി. ഇപ്പം നമ്മൾ ബിരിയാണിക്കൊക്കെ എടുക്കുമ്പോൾ ചെറിയ അരി ആയിരിക്കും. ഇത് അങ്ങനത്തെ അല്ല, ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ്. ഇതൊരു 2 പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു മെഷർമെൻ്റ് ആണ്. 2 കപ്പ് അരി വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. പിന്നെ അതിലേക്ക് ഉള്ള ആഡഡ് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഗ്രീൻ ചില്ലി, പിന്നെ ഒരു വലിയ സവോള ഒരെണ്ണം, പിന്നെ അതുപോലെ നമ്മുടെ ബീൻസ് ഇല്ലേ അത് ഒരു 5-6 എണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഒരു ക്യാരറ്റ് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് സാധാരണ നമുക്ക് ഓയിലിൽ തയ്യാറാക്കാം. അതിനേക്കാളും വെജിറ്റബിൾ ഓയിൽ എന്ന് സ്പെസിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ഓയിലാവുമ്പോൾ അതിനൊരു നല്ല ടേസ്റ്റ്, അതിൻ്റെ ഒരു മണം ഇഷ്ടമാവും എല്ലാവർക്കും. പിന്നെ ഉള്ളത് നമ്മുടെ സോസാണ്, സോയ സോസാണ്. പിന്നെ ലാസ്റ്റ് ടേസ്റ്റ് മേക്കേഴ്സ് ആണ്, കുറച്ച് ഷുഗറും പിന്നെ കുരുമുളകിന്റെ പൗഡറും. ഓക്കെ, ഇത്ര ഐറ്റംസ് ആണ്. ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് പാചകത്തിലേക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഗ്ഗിലേക്ക് ആവശ്യത്തിനുള്ള എഗ്ഗ് ബീറ്റ് ചെയ്യണതാണ് പരിപാടി. അപ്പോൾ ജോമ എന്തായാലും സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് കൂടെ വന്ന് നിൽക്കുന്നുണ്ട്. അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞു. ഓക്കെ, കുറച്ച് പെപ്പറും ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതിനൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ആദ്യം തന്നെ 2 പേർക്ക് 4 മുട്ട എടുത്ത്. കാരണം ഇപ്പൊ നമ്മൾ ഇതിൽ ചിക്കനും വേറെ അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇൻഡക്ഷൻ ഓൺ ആക്കാം കേട്ടോ. ഓക്കെ, ഞാനിവിടെ ഒരു ഫ്ലെയിം അധികം ഒരുപാട് ഇതാവുന്നില്ല, നോർമൽ ഫ്ലെയിമിൽ ഒന്ന് ചൂടായിട്ട് നമുക്ക് ആദ്യം ആഡ് ചെയ്യേണ്ടതും എഗ്ഗ് തന്നെയാണ്. ഈ ഫസ്റ്റ് ആദ്യമായിട്ട് ഉണ്ടാക്കിയതും ഫ്രൈഡ് റൈസ് തന്നെയാണോ? കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു എന്താ പറയാ ചായ അങ്ങനത്തെ ഒക്കെ സാധനങ്ങളാണ് ആദ്യം തുടങ്ങിയത്. പിന്നെ മെയിൻലി മമ്മിയാണ് ഇതിന്റെയൊക്കെ അടുക്കളയിലെ താരം. അപ്പൊ എനിക്ക് സപ്പോർട്ടിങ് റോള്, പാത്രം കഴുകൽ അങ്ങനെയൊക്കെയാണ്. അതിപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. മമ്മിയാണ്. എനിക്ക് അങ്ങനെ ഒരുപാട് കുക്കിംഗ് ടാസ്കുകളൊന്നും വരാറില്ല. പിന്നെ ഓയിൽ ഒഴിച്ചോട്ടെ. ഓക്കെ, ഫസ്റ്റ് ആവശ്യത്തിനുള്ള എണ്ണ ചേർക്കുന്നുണ്ട്. കുറച്ച് ഈ ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നതുകൊണ്ട് നമ്മൾ ഓവറായിട്ട് ഞങ്ങൾ അധികം എണ്ണ യൂസ് ചെയ്യാറില്ല. അല്ല, ഇപ്പോഴും അതാണ് കുറച്ചും കൂടി നല്ലത്. അങ്ങനെ പേഷ്യൻസിന് പോണ ടൈമിൽ നമുക്ക് ഇതൊരു കൺസേൺ ആണ്. കാരണം വെയിറ്റ് കൂടാൻ പാടില്ല അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട്. ബാക്കിയൊക്കെ പച്ചക്കറി ആയതുകൊണ്ടും വലിയ പ്രശ്നമില്ല. ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറി കഴിക്കാൻ കുറച്ച് മടിയുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഇത് ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ഇതിനകത്ത് കുരുമുളക് പൊടി ഉപ്പും ചേർത്തിട്ട് 4 എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കാം. അത് ഒഴിച്ചു കൊടുക്കാം. യോമുന് ഇഷ്ടമാണോ അമ്മയുടെ ഫ്രൈഡ് റൈസ്? ആണോ? ചിരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നല്ല ഇഷ്ടമുണ്ട് എന്നുള്ളത് അവന്റെ ചിരിയിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഫ്രൈഡ് റൈസ് അങ്ങനെ അധികം ഫാനാണ്. നമ്മൾ റെസ്റ്റോറന്റിലൊക്കെ പോകുമ്പോൾ അവൻ ഓർഡർ ചെയ്യുന്നത് ബിരിയാണിയാണ്. ഇതൊന്ന് എഗ്ഗ് ആദ്യം നമ്മൾ ഇട്ടിട്ട് ഇത്തിരി ഒന്ന് സെറ്റ് ആയിട്ടാണ് സ്ക്രാമ്പിൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ആദ്യം നമ്മൾ ഒഴിച്ചത്. പിന്നെ 4 എഗ്ഗ്, അത് കുരുമുളക് പൊടി ആൻഡ് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് ബീറ്റ് ചെയ്ത് അത് ഇട്ടിട്ടുണ്ട്. അതായിട്ടുണ്ട്. ഇനി ഇത് ഏകദേശം ഒന്ന് ആയി വരുമ്പോൾ നമുക്കൊന്ന് സ്ക്രാമ്പിൾ ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഇപ്പൊ മുട്ട സ്ക്രാമ്പിളിങ്ങിന്റെ ഒരു മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. സത്യമായിട്ടും നല്ലൊരു സ്മെല്ലുണ്ട്. ശരിയാണ്, ആ ഓയിലിന്റെയും കൂടിയും ഒരു ഫ്ലേവർ നന്നായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ നമ്മള് നെയ്ച്ചോറ് അങ്ങനത്തെയൊക്കെ പകരം നെയ്യൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിന് വേറൊരു അരോമയാണ് കിട്ടുക. പക്ഷെ ഇത് കറക്റ്റ് ഈ ഒരു വെജിറ്റബിൾ ഓയിൽ തന്നെ പറഞ്ഞ് കടയിൽ നിന്ന് വാങ്ങി ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു, ഇവിടെ അവർക്ക് ഇഷ്ടമാണ്. നമ്മൾ ഇതുപോലെ ഒരു കുക്കറി ഷോയിൽ അവർ സ്പെസിഫിക്കലി പറഞ്ഞതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന എണ്ണ, അതുപോലെ അതിലേക്ക് ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻസ് എല്ലാം അതിൻ്റെ ടേസ്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. അപ്പോൾ അത് എഗ്ഗ് ഏകദേശം ഒന്നും ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെറുതായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്താൽ മതി. കാരണം ഇതിൽ ഇനി നമ്മൾ സോർട്ടിങ് നടക്കുകയല്ലേ. ഇപ്പോൾ ക്യാരറ്റ് ആണ് അരിഞ്ഞു വെച്ചിരിക്കുന്ന. ക്യാരറ്റ് ഞാൻ ഇടുന്നു. ഇപ്പം എത്ര ക്യാരറ്റ് ഉണ്ട്? ഒരു ക്യാരറ്റ് സ്ക്വയർ ആയിട്ട് അരിഞ്ഞതാണ്. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം.
ചിലപ്പോ ഒക്കെ കുറെ പേർക്ക് ഉണ്ടാക്കുകയൊക്കെ ആണെങ്കിൽ എളുപ്പപ്പണിക്ക് നമുക്ക് എല്ലാ വെജിറ്റബിളും ഒരുമിച്ച് ഇടാം. പക്ഷെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് സോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു ടേസ്റ്റ് കിട്ടും. കാരണം ഓരോന്നിന്റെ മണം ഫ്രൈഡ് റൈസിൽ ഉണ്ടായിരിക്കും. നമുക്ക് അടുത്ത ജോമോന് അടുത്ത ഇൻഗ്രീഡിയൻസ് അമ്മയ്ക്ക് എടുത്ത് വരുമോ? ബീൻസ് എടുത്ത് കൊടുത്തു അമ്മയ്ക്ക്. ജോമോ ഇടുന്നോ? അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്യാനൊക്കെ അവർക്ക് ഇഷ്ടമാണ്. രണ്ടുപേർക്കും കുക്ക് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. ഞങ്ങൾ അധികം അങ്ങനെ സഹായങ്ങൾ വാങ്ങിക്കാതെ, കാരണം അവര് എടുത്തു വരുമ്പോ കുറെ മെസ്സും ഉണ്ടാവും അപ്പുറത്ത്. അപ്പൊ ഞങ്ങൾ അങ്ങനെ മാറ്റി പ്രോത്സാഹിപ്പിക്കാറില്ല. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ആമ്പിള്ളേരും ചെയ്യണമെന്ന് പഠിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയും കുറച്ചൊക്കെ ചെയ്ത് പഠിച്ചോ ഇപ്പൊ തന്നെയെന്ന്. ഇപ്പൊ തന്നെ ആ ഒരു ഫ്രൈഡ് റൈസിന്റെ മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം ആ വെജിറ്റബിൾ ഒക്കെ ഒന്ന് ഇങ്ങനെ ചൂടാവുമ്പോൾ വാടി വരുന്നതിന്റെ ഒരു സമയമാണ്. ഇനി നമുക്ക് അടുത്തത് ഇതിലേക്ക് സബോള ചേർക്കാം. കൈ പൊള്ളാതെ ഇട്ട് കൊടുക്കണേ. ഓക്കെ, നമ്മുടെ ഫേവറേറ്റ് യൂട്യൂബർ ആയിട്ടുള്ള പേളിമാണിയുടെ എപ്പിസോഡിലൊക്കെ ഇങ്ങനെയാണ് കൊടുക്കണ കണ്ടിട്ടാണ്. അപ്പൊ അതുപോലെയാണ് എനിക്കിപ്പോ ജോമു അമ്മേനെ ഹെൽപ്പ് ചെയ്യുമ്പോ തോന്നണത്. ആണോ? ഇനി നമ്മൾ ഓൾറെഡി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് ചേർക്കുന്നുണ്ട്. എന്നാലും കുറച്ചുകൂടെ ഒരു എന്താ പറയാ ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചില്ലി ചേർക്കുന്നത്. അമ്മ ഇട്ടോട്ടെ. ഇതൊരു 4 മുളകാണ്. 4 മുളകാണ്. ഓക്കെ. ഇതിനകത്ത് കഴിക്കുന്ന സമയത്ത് ഈ ബീൻസും മുളകും തിരിച്ചറിയില്ല. ഓക്കെ, രണ്ടും പച്ച കളറിൽ അങ്ങനെ യോജിച്ച് കിടക്കുന്നതുകൊണ്ട് കുട്ടികളായാലും അതങ്ങനെ കഴിച്ചു പോക്കോളും. പിന്നെ ഒരുപാട് എരിവുള്ളതല്ല. ഓക്കെ, ഇനിയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഉപ്പ് ഈ സമയത്ത് ചേർക്കാം. വെജിറ്റബിൾ ആവശ്യമായിട്ടുള്ള ഉപ്പ്. എല്ലാം ചെറുതായിട്ടൊന്ന് വാടിയാ മാത്രം മതി. ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുക്കിംഗ് നടക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മെയിൻ ആയിട്ട് ഇത് സോർട്ടിങ് ആവശ്യമുള്ളത് ക്യാരറ്റിനാണ്. അതാണ് കുറച്ചും കൂടി വേവാൻ വാടുന്ന ഒരു സമയമായതുകൊണ്ടാണ് നമുക്ക് ഇത്തിരി തൊണ്ട കാറുന്ന ഒരു പ്രശ്നം വരുന്നത്. ഞാൻ തീ കുറച്ചിട്ടിട്ടുണ്ട്. കാരണം ഇപ്പോൾ പെട്ടെന്ന് അടി പിടിക്കാനൊക്കെ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ കൈ വിടാതെ ഇളക്കണം ഇത്. ഓക്കെ, ഈ ടൈമിൽ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ്, ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, കാരണം നമ്മൾ മുട്ടയിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ചോറ് വേവിച്ചപ്പോഴും ഉപ്പ് ചെറുനാരങ്ങ നീരും ചേർത്തിട്ടാണ് ചോറ് വേവിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിലോട്ട് വേണ്ട ഉപ്പ് അതാ ഈ ചെറുനാരങ്ങ നീര് അതങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയാ ഫ്രൈഡ് റൈസിന്റെ ഒരു ഇത് കിട്ടില്ല. അപ്പൊ ആദ്യമേ നമ്മൾ ചോറ് വേവിക്കുന്ന ടൈമില് അതിനകത്ത് ഇത് ചേർത്തിട്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് അരി വേവിക്കുമ്പോൾ ഓൾറെഡി അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അതൊരു ടിപ്പാണ്. ഇത് അങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ള അരിയാണ്. വേവിച്ചിട്ട് ഒന്ന് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങളൊക്കെ ഇത് ഫോളോ ചെയ്തോളൂ. റെസ്റ്റോറൻറ്റ് സ്റ്റൈലായിട്ടുള്ള ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും വെറും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ടൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യമുള്ള കുരുമുളക് ഒരു സ്പൂണൊക്കെ മതിയോ? പൗഡറാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കുരുമുളകായതുകൊണ്ട് അതങ്ങനെ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പം ഫ്രഷാണ്. അതെ, പ്രത്യേകിച്ച് വേറെ ഒന്നും ചേരാത്ത നല്ല കുരുമുളക് പൊടിയാണ്. അതെ, അപ്പം നല്ല എരിവും കാണും. കുരുമുളക് പൊടി ഇട്ടപ്പോൾ തന്നെ ഒരു ഇച്ചിങ്. അതെ, തൊണ്ടയിൽ ഇത് പെട്ടെന്ന് എഫക്റ്റ് വരും. ഇനി ടേസ്റ്റ് മേക്കർ നമ്മൾ പറയില്ലേ, പഞ്ചസാരയാണ്. ഒരു നുള്ള് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര. ഇനി ഇതിന്റെ ലാസ്റ്റ് സ്റ്റേജ് ആണ് നമ്മുടെ ചോറ് ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ അതിലേക്ക് 2 ഗ്ലാസ് നമ്മൾ അരി വേവിച്ച് വെച്ചിട്ട് അരി വേവിച്ച് ഉപ്പൊക്കെ ചേർത്തിട്ടുള്ളതാണ്. നമുക്ക് ഈ ടൈമിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഫൈനൽ സ്റ്റേജിലേക്ക്. അതെ, ഇത് ഇങ്ങനെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുനാരങ്ങ നീര്, കുറച്ച് ഓയിൽ ഇത് വേവുന്ന സമയത്ത് നമുക്ക് വേണം, അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി. അതെ, ഇതെല്ലാം ആയിട്ടുണ്ട്. ഇതിലേക്ക് ക്യാപ്സിക്കം, ക്യാബേജ് ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഇടാം. നമുക്ക് ഇതിനകത്ത് ബ്ലെൻഡായി പോകുന്ന വെജിറ്റബിൾസ് ആണ് ക്യാപ്സിക്കവും അതേപോലെ തന്നെ ക്യാബേജും. അത് ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടില്ല.
ഇവർക്ക് കുറച്ച് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് മാത്രമാണ് ഇതിൽ ഞാൻ പ്രിഫർ ചെയ്യാറ് എപ്പോഴും സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകാനായിട്ട്. ഇതെല്ലായിടത്തും ഏകദേശം ഒരുപോലെ നമുക്ക് ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. ഈ പറഞ്ഞ പോലെ ഏത് വെജിറ്റബിൾ വേണമെങ്കിലും നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. കുട്ടികൾ കഴിക്കാത്ത വെജിറ്റബിൾ ഏതാണെന്ന് അമ്മമാർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അത് നന്നായിട്ട് ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ അവർ അറിയാതെ തന്നെ അത് കഴിച്ചു നോക്കോളും. അതെ. അതുപോലെ ഹസ്ബൻഡിനും വെജിറ്റബിൾ വലിയ താല്പര്യമില്ല, പക്ഷെ ഇതാണെങ്കിൽ നല്ല ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ റെഫർ ചെയ്യലും അന്നത്തെ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് സൺഡേസിൽ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പൊ ഓൾമോസ്റ്റ് അതിന്റെ ഹൃദയത്തിലേക്കുള്ള വഴി പാചകമാണ്. അപ്പൊ അന്ന് ഈ എഗ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഇത് രണ്ടും നന്നായി ചെയ്ത് കഴിഞ്ഞാൽ ആള് വളരെ ഹാപ്പിയാണ്. ആ സമയത്തൊക്കെ മിസ്സസ് ഇന്ത്യനെ പറ്റിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സപ്പോർട്ടും ആ സമയത്ത് ഉണ്ടായിരിക്കും. അപ്പൊ കാര്യം നേടുന്ന സമയത്ത് മെയിൻ ആയിട്ട് ഫുഡ് ഇത് ഉണ്ടാക്കി കൊടുക്കലാണ് പണി. അപ്പോൾ കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നന്നായി കോംപ്ലിമെന്റ് ചെയ്യും. നന്നായി ചെയ്തു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവൾ ഉണ്ടാക്കിയിട്ടത്. അപ്പൊ നമുക്കത് വലിയ നിർബന്ധമാണ്. കഴിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി 2 വാക്ക് നല്ലത് പറയണം. അതെ. ഇത് മുൻകൂട്ടി പറയുന്നത് ഞാൻ നല്ലത് പറയാനാണോ എന്നുള്ളത് എനിക്കൊരു അറിയില്ല. ഇതൊന്ന് കഴിച്ചു നോക്കിയിട്ട് ഞാൻ ഒപ്പീനിയൻ സിൻസിയർ ആയിട്ടുള്ളത് പറഞ്ഞാൽ തീർച്ചയായിട്ടും. കാരണം നമ്മുടെ പ്രേക്ഷകർ ഇത് കാണുമ്പോൾ അവർക്ക് ട്രയൽ ചെയ്യണമെങ്കിൽ ഒരു സിൻസിയർ ഒപ്പീനിയൻ വേണമല്ലോ. ഓക്കെ. അപ്പൊ ഇത് ഏകദേശം നമ്മൾ ഇതിന്റെ ഒരു ഫൈനൽ സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കെന്നാ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മള് ഫൈനൽ സ്റ്റേജ് ആണ്. ഓക്കെ. ഇനി സെർവ് ചെയ്യാണ്. ഓക്കെ. ഇനി അറിയാം എങ്ങനെയുണ്ട്, നമ്മൾ കൊടുത്ത ഹൈപ്പിനുള്ളത് ഉണ്ടോ എന്നുള്ളത് ഇപ്പൊ അറിയാം. നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ ഒഫീഷ്യൽ ടേസ്റ്റിംഗ് ഏജൻസ് എത്തിയിട്ടുണ്ട്. അതെ, രണ്ടുപേരും അമ്മയുടെ പാചക വൈദഗ്ധ്യം അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് പറയാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് അതിന്റെ കൂടെ ഇപ്പൊ തൽക്കാലത്തെ ഒരു കോമ്പിനേഷന് ടൊമാറ്റോ സോസും കൂടെ ഞാൻ ആഡ് ചെയ്തു. ഓക്കെ, റൈറ്റ്. അപ്പൊ ആദ്യം ദീപ്തി തന്നെ ടേസ്റ്റ് ചെയ്തിട്ട് TCയുടെ പ്രേക്ഷകരുടെ അടുത്ത് പറയണം. ആദ്യം ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. സത്യം പറഞ്ഞാൽ നല്ല ചൂടുണ്ട്. ചുമ്മാ പറയണതല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കില്ലേ, അതുപോലത്തെ ഒരു ടേസ്റ്റാണ്. താങ്ക് യു. പൊക്കി പറയണതല്ല, കാരണം ഞാനിതിപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്തിട്ടാണ്. നോർമലി ഞാനൊരു ബിരിയാണി ഫാനാണ്, പക്ഷെ ഫ്രൈഡ് റൈസ് ഞാൻ കഴിക്കാറുണ്ട്. അപ്പോൾ ഇത് എന്തായാലും അസാധ്യമാണ്, റെസിപ്പിയാണ്, ഈസിയാണ്. നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ. ഈ പറഞ്ഞ പോലെ വെജിറ്റബിൾസ് ഒക്കെ എല്ലാം ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പറയാതിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റുള്ള ഫുഡ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണമെന്ന് കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഇനി 2 പേരുണ്ട്, വീട്ടിലെ 2 പേരുണ്ട്. അവർ ഓൾറെഡി അമ്മയുടെ ഈ റെസിപ്പീസൊക്കെ സ്വീകരിച്ചിട്ടുള്ള ആൾക്കാരാണ്. എങ്കിലും അവരും കൂടി ഒന്ന് എങ്ങനെയുണ്ടെന്ന് പറയാം. ഇതാ ഞാൻ കഴിച്ചോട്ടു. എങ്ങനെയുണ്ട്? സൂപ്പറാണ്. ഓക്കെ, ഇനി നമ്മുടെ ജമ്മു ആണ് കഴിക്കാൻ പോകുന്നത്. ജമ്മു കഴിക്കേ. എങ്ങനെയുണ്ട് അമ്മയുടെ ഫുഡ്? കൊള്ളാമോ? നല്ലതാണോ? ഒരൊറ്റ തലാട്ടിലാണ്, അതിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി. എങ്കിലും ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഇനി അടുത്ത് ഇതൊക്കെ എല്ലാം കാര്യമായി ടേസ്റ്റ് ചെയ്യാൻ. എന്തായാലും അസാധ്യ ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ഇതൊന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്നുള്ളതാണ് അല്ലേ? അതെ, എല്ലാവർക്കും പെട്ടെന്ന് വീട്ടിലുള്ള അവൈലബിൾ സാധനങ്ങളൊക്കെ തന്നെ പെട്ടെന്ന് ചെയ്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി. ഓക്കെ, അപ്പൊ എന്തായാലും അത് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നല്ല ഈസി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്കും ഇതിനുള്ള ഒരു അവസരമുണ്ട്. TCV നിങ്ങളുടെ അരികിലേക്ക് എത്തും, നിങ്ങളുടെ പാചക വൈദഗ്ധ്യവും ഒപ്പം തന്നെ നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട്. അതിന് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഏതായാലും വീട്ടുവിശേഷത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡോട് വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.